ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പവിത്രം സീസൺ 2 വിക്രത്തിൻ്റെയും വേദയുടെയും മകളുടെയും നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ വിക്രവും മകളും തമ്മിൽ നല്ല രീതിയിൽ അടുക്കുകയാണ്. സ്വന്തം മകളാണെന്നറിയാതെയാണ് വിക്രം മോളുമായിട്ട് കൂടുതൽ അടുക്കുന്നത്. ഒരു അപകടത്തിൽ നിന്ന് മോളെ വിക്രം രക്ഷിക്കുന്നതോടുകൂടി മോളുടെ ഏറ്റവും നല്ല സുഹൃത്തായി വിക്രം മാറുകയാണ്. വിക്രം എന്ന് തന്നെയാണ് അച്ഛനെയും മകൾ വിളിക്കുന്നത്. പക്ഷേ അച്ഛനും മകളാണെന്ന് പരസ്പരം അവർക്ക് അറിയത്തുമില്ല. അങ്ങനെ മോളെ രക്ഷിച്ച ആളെക്കുറിച്ചൊക്കെ വീട്ടിൽ വന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സ്ട്രേഞ്ചറാളോട് വലിയ അടുപ്പമൊന്നും കാണിക്കരുത് തന്നെ നമ്മുടെ വേദ പറയുന്നുണ്ട്. വേദയ്ക്ക് ഇതൊന്നും അറിയുമായിരുന്നില്ല മോളുടെ ഏറ്റവും നല്ല സുഹൃത്ത് വിക്രമാണെന്നുള്ള കാര്യമൊന്നും. അതിനുശേഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ വേദയ്ക്ക് വിക്രത്തിനെ കാണേണ്ടി വരുന്നു. പക്ഷേ അത് ഒട്ടും നല്ല സാഹചര്യമായിരുന്നില്ല. ഒരു രാഷ്ട്രീയ ഗുണ്ടകളുടെ പേരും പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ റോഡിൽ കിടന്നൊരു അടിപിടി ഉണ്ടാവുകയാണ്. ശരിക്കും ഒരു രാഷ്ട്രീയ ഗുണ്ടയായി തന്നെ വിക്രം മാറുന്നുണ്ട്. ഇത് കാണുന്ന വേദ വിക്രത്തിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. വിക്രത്തിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നുണ്ട്. വിക്രം ശരിക്കും ഒരു രാഷ്ട്രീയ ഗുണ്ടയായി മാറിയെന്നുള്ള കാര്യം വേദ വിജിയോടും പറയുന്നുണ്ട്. അതിനുശേഷം വിക്രത്തിനെ നേരിട്ട് കാണണമെന്നും സംസാരിക്കണമെന്നും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ വിജി വേദയോട് പറയുന്നുണ്ട്. ഇപ്പോഴുള്ള സാഹചര്യമല്ല, എന്നെങ്കിലും ഞാൻ വിക്രത്തിനെ കാണും എന്നൊക്കെ ഉള്ള കാര്യം വേദ വിജിയോട് പറയുന്നുണ്ട്. അതിനുശേഷം ബാറിലിരുന്ന് നല്ല രീതിയിൽ വിക്രം മദ്യപിക്കുന്നുണ്ട്. മദ്യപിച്ച് നല്ല രീതിയിൽ ബോധം കെടുന്ന വിക്രത്തിൻ്റെ കൂട്ടുകാർ കൊണ്ട് ചെല്ലുന്നത് നമ്മുടെ രാധയുടെ വീട്ടിലോട്ടാണ്. രാധ പഴയ ഓട്ടോറിക്ഷ ഓടിക്കുന്ന രാധയല്ല. രാധ ഇപ്പോൾ നല്ല നിലയിലാണ്. രാധ പഠിച്ച് നല്ലൊരു അഡ്വക്കേറ്റായി മാറിയിരിക്കുകയാണ്. വലിയ വീടും സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് മദ്യപിച്ച് സ്വബോധം നഷ്ടപ്പെടുന്ന വിക്രത്തിനെ കൂട്ടുകാർ കൊണ്ട് ചെല്ലുന്നത് രാധയുടെ വീട്ടിലോട്ടാണ്. ഇത് കാണുന്ന രാധയുടെ അച്ഛൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നീ എന്തിനാണ് മോളെ ഇവനെ വീണ്ടും ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നതെന്ന് ചോദിക്കും. അച്ഛാ, വിക്രം ആരായിരുന്നുള്ള കാര്യം അച്ഛൻ അറിയത്തില്ലേ? ഞാൻ ഇന്ന് ഈ നിലയിലാവാൻ കാരണം പോലും വിക്രം വന്നു. അതേ, നീ നിൻ്റെ നിലയും വിലയും മറന്ന് ഒരിക്കലും പെരുമാറുമെന്ന് പറയും. എങ്ങനെയാണ് അച്ഛാ എനിക്ക് ഈ നിലയും വിലയും ഉണ്ടായത്? എന്നെ തുറന്ന് പഠിപ്പിച്ചതും എനിക്ക് ഇത്രയും വലിയ സ്ഥാനങ്ങൾ ഉണ്ടാക്കി തന്നതും വിക്രമാണ്, അല്ലാതെ അച്ഛനല്ലല്ലോ എന്നൊക്കെ വിക്രത്തിനെ ന്യായീകരിച്ച് രാധ പറയുന്നുണ്ട്. അതിനുശേഷം വിക്രത്തിനെ റൂമിൽ കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. അതിനുശേഷം രാധയെടുത്ത് വിക്രം മനസ്സോർന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. മോളെ കണ്ട കാര്യത്തെക്കുറിച്ചും വേദയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വിക്രം ശരിക്കും വിഷമിക്കുന്നുണ്ട്. വേദ എവിടെയാണെന്ന് അറിയാനുള്ള വലിയ ആഗ്രഹം വിക്രത്തിനുണ്ട്. അതിനുശേഷം മോളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മോളെക്കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ രാധ തിരിച്ച് വിക്രത്തോടും ചോദിക്കുന്നുണ്ട്. അതിനുശേഷം വിക്രം റൂമിൽ കിടന്ന് ഉറങ്ങുകയാണ്. അച്ഛനോട് പറയുന്നുണ്ട്, വിക്രം കിടന്ന് റെസ്റ്റ് എടുക്കട്ടെ അച്ഛാ, നല്ലോണം ഉണർന്ന ശേഷം വിക്രം പൊയ്ക്കോളൂ എന്നൊക്കെ പറയും. അതൊന്നും രാധയുടെ അച്ഛൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാഷിൻ്റെ വീടാണ്. മാഷിൻ്റെ വീട്ടിൽ നമ്മുടെ സുധാകരൻ മാഷ് മരിച്ചു പോവുകയാണ്. അതിനുശേഷം ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി വീട്ടിലെ ദോഷങ്ങളെക്കുറിച്ചൊക്കെ കമലമ്മ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട്, നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ എല്ലാവരും കൂടി പോയതിനു ശേഷം അതിനുവേണ്ട കർമ്മങ്ങളും പരിഹാരങ്ങളൊക്കെ ചെയ്യണം. പിന്നെ മാഷിൻ്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്യണം. അപ്പോൾ എല്ലാ കുടുംബാംഗങ്ങളെയും കൂട്ടി കുടുംബക്ഷേത്രത്തിൽ പൂജ ചെയ്യണമെന്നൊക്കെ ജ്യോത്സ്യം പറയുന്നുണ്ട്. അതനുസരിച്ച് അതിനുവേണ്ട ചാർട്ടൊക്കെ തയ്യാറാക്കും. പക്ഷേ ഒരാളുടെ കുറവ് മാത്രം അവിടെ വരുന്നുണ്ട്, വേദയുടെ. അപ്പം വേദയ്ക്ക് കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. വേദയുടെ ഒരു സാന്നിധ്യം അവിടെ എല്ലാവർക്കും നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വിക്രത്തോടും കമല പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നമുക്ക് വേദമോളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയും. അതിനുശേഷം എല്ലാവരും കൂടി ചേർന്ന് ക്ഷേത്രത്തിലോട്ട് പോകാൻ തയ്യാറെടുക്കുന്നുണ്ട്. ആ സമയത്ത് വിക്രം പറയും, ഞാൻ വരുന്നില്ല, ഒരു കാര്യം ചെയ്യും, ശ്രീജേട്ടത്തെയും അമ്മയും കൂടി മാത്രം പോയാൽ മതിയെന്ന് പറയും. അപ്പം നിങ്ങളോ? ഇല്ല, ഞാൻ പിന്നെ വന്നോളാം, എനിക്കിപ്പോൾ അതിനൊരു മനസ്സില്ലെന്നൊക്കെ പറയും. അങ്ങനെ ശ്രീജയും കമലയും കൂടി മാത്രമാണ് ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. വേദയൊക്കെ വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാമെന്ന് പറയുന്നുണ്ട്. വേദ ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടം കൊണ്ട് മാത്രം വിക്രം ക്ഷേത്രത്തിലോട്ടൊന്നും പോവാത്തത്. ക്ഷേത്രത്തിലോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ വിജി വേദയുടെ മകളെയും കൂട്ടിക്കൊണ്ട് ക്ഷേത്രത്തിലോട്ട് വരുന്നത്. മോളെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകാമെന്നുള്ള രാവിലെ ഒരുക്കി മോളെ കൊണ്ടുപോവുകയാണ്. അതിനുശേഷം ആ സമയത്ത് കമല അവിടെ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ കരയുകയാണ്. കരയുന്ന വേദയുടെ മകളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് വിജി പറയും, എന്താ മോളെ നിന്ന് നല്ലൊരു അവിടെ എന്താ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതെന്ന് നോക്കും. അതെന്തെങ്കിലും വിഷമമുള്ളതുകൊണ്ടായിരിക്കും എന്ന് പറയും. ഒത്തിരി നേരമായി, ഭയങ്കര കരച്ചില്ല വിജയമ്മയെന്ന് പറയും. മോൾ അത് ശ്രദ്ധിക്കേണ്ട, നമുക്ക് ചുറ്റി തൊഴാന്ന് പറയും. വിജയമ്മ പോയി തൊഴുതിട്ട് വാ, ഞാനിവിടെ നിൽക്കാമെന്ന് പറയും. അത് ശരിയാവത്തില്ല, നിന്നെ ഇവിടെ നിർത്തിയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ എവിടെയെങ്കിലും ഓടിപ്പോകുമെന്ന് പറയും. അത് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയും. അപ്പം വേദയെയും വിജിയെയും മോൾ വിളിക്കുന്നത് അമ്മയെന്നാണ്. അതുകൊണ്ട് തന്നെ വിക്രം കരുതിയിരിക്കുന്നത് വിജിയാണ് മോളുടെ അമ്മയെന്നാണ്. വിജയമ്മയെന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വേദയെ പോലെ തന്നെ അതേ പ്രായമാണ്, വലിയ ഒരുപാട് പ്രായമുള്ള ഒരു സ്ത്രീയുമല്ല ഈ വിജി എന്ന് പറയുന്നത്. അങ്ങനെ വിജി ഇങ്ങനെ പ്രദക്ഷിണം വെക്കാൻ പോകുന്ന സമയത്ത് മോള് കമലമ്മയുടെ അടുത്തോട്ട് ചെല്ലും. കമലമ്മയുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ തട്ടി വിളിക്കുകയാണ്. ആ സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല സുന്ദരി ഒരു മോളിങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്നു. ഒരു 7 വയസ്സ് പ്രായം വരും. അവിടെ എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കും. എന്താ മോളെ എന്ന് ചോദിക്കും. അല്ല, ഞാൻ ഒത്തിരി നേരം കൊണ്ട് കാണുന്നതാണ്, കുറേ നേരമായാലും ഇങ്ങനെ ഇരുന്ന് കരയുന്നതെന്ന് ചോദിക്കും. ഓരോ സങ്കടം പറഞ്ഞതാ. നമ്മൾ ഈശ്വരൻ്റെ അടുത്തല്ലേ നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറയാം. ഒന്നും വിഷമിക്കണ്ട കേട്ടോ,
നല്ല കാലവും ചീത്തക്കാലവും ഒക്കെ വരും, എല്ലാം മാറി മാറി വരും എന്നൊക്കെ പറയും. മോളുടെ സംസാരമൊക്കെ കേൾക്കുമ്പം കമലമ്മയ്ക്ക് ശരിക്കും വേദയാണ് ഓർമ്മ വരുന്നത്. നല്ല പക്വതയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കും, മോളെ എവിടുന്നാ? ഞാനേ വിജയമ്മയുടെ കൂടെ വന്നതാന്ന് പറയും. വിജയമ്മ? ആ, എൻ്റെ അമ്മ എന്ന് പറയും. അപ്പോഴാണ് നമ്മുടെ വിജി ഇങ്ങനെ വരുന്നത്. മോളെ തന്നെ കമല നോക്കി നിൽക്കുകയാണ്. കാഴ്ചയിലും വേദയുടെയും പെരുമാറ്റത്തിലും വേദയുടെയും വിക്രത്തിൻ്റെയൊക്കെ നല്ല സാമ്യം തോന്നുന്ന ഒരു മോള്. ശരിക്കും വിക്രത്തിനും വേദയ്ക്കും ഒരു മകളുണ്ടായിരുന്നെങ്കിൽ ഏകദേശം ഇതേ പ്രായം ഉണ്ടായിരിക്കുമെന്ന് കമല ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. ആ സമയത്ത് മോളെ നിന്ന് വിളിച്ചുകൊണ്ട് വിജി അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ വിജി അങ്ങോട്ട് വരുന്ന സമയത്ത് പറയും, വിജയമ്മയെന്ന് പറഞ്ഞ മോൾ ഓടി ചെല്ലും. ആ, മോളാന്ന് പറയും. ഇതാ വിജയമ്മ എന്ന് പറയും. ആ, മോൾ കുറച്ച് നേരം കൊണ്ട് നോക്കിക്കൊണ്ട് നിന്ന് കരയുന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ആ അത് ശരിയാ, ഓരോ കാര്യങ്ങൾ ആലോചിച്ച് കരഞ്ഞുകൊണ്ട് നിന്നയാന്ന് പറയും. ഈശോൻ്റെ അടുത്തല്ലേ നമുക്ക് സങ്കടങ്ങളൊക്കെ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. എങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ കമലയുടെ മനസ്സിൽ മൊത്തം വേദയും വിക്രവുമാണ് മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ വേദയും വിക്രത്തെയും പറിച്ചു വെച്ച കണക്കുള്ളൊരു മോളെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന പവിത്രം സീസൺ 2 കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥയുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.